മന്ത്രോച്ചാരണത്തോടുകൂടി കുംഭമേളയ്ക്ക് ഔപചാരികമായ തുടക്കം കുറിച്ചുകൊണ്ട് സനാതനധർമ്മത്തിൻ്റെ ശക്തിയും തണലും കൃത്യമായി തന്നെ പ്രതിഫലിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചടങ്ങാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പുണ്യസ്നാനം മഹാമണ്ഡലേശ്വര സ്വാമി ആനന്ദവനം ഭാരതിയുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. നമുക്ക് വിശദാംശങ്ങളും വിവരങ്ങളും നൽകാനായി അരുണും ശില്പയും അവിടെ തയ്യാറാണ്. പ്രയാഗ്രാജിൽ കുംഭമേള നടന്ന സമയത്ത് ഇവിടെ നിന്ന് ഒരുപാട് പേർ ആ പുണ്യസ്നാനത്തിന് ആ പുണ്യം നുകരാൻ വേണ്ടി അവിടെ എത്തിയിരുന്നു. ഇവിടെ പലരും ദിവസങ്ങളോളം താമസിച്ചിരുന്നു. സ്വാമി ആനന്ദവനം ഭാരതിക്കൊപ്പം മുഴുവൻ സമയം ഉണ്ടായിരുന്ന ഒരുപക്ഷെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കൊക്കെ അറിയാവുന്ന നമ്മളൊക്കെ പ്രിയപ്പെട്ട KG വേണോട്ടൻ, അദ്ദേഹം പറഞ്ഞൊരു അനുഭവമുണ്ട്. അവിടെ എത്തിയ ഒരു സന്യാസി ശ്രേഷ്ഠൻ്റെ അടുത്ത് KG വേണോട്ടൻ പോയപ്പോൾ അദ്ദേഹം ചോദിച്ചു, എവിടെ നിന്നാണ് വരുന്നത്? അപ്പം വേണോട്ടൻ പറഞ്ഞു, ഞാൻ കേരളത്തിൽ നിന്നാണ് എന്ന് പറഞ്ഞപ്പോൾ ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാവം മാറുന്നു. അദ്ദേഹം ചോദിക്കുന്നു, ആദിശങ്കരൻ്റെ നാട്ടിൽ നിന്നാണല്ലേ? ഇത്ര പുണ്യമാണ്, ഇത്ര ഭാഗ്യമാണ് അങ്ങേക്ക്. ശങ്കരൻ ജനിച്ചു വീഴുന്ന ശങ്കരൻ്റെ മണ്ണിൽ നിന്ന് വരുന്നു. അങ്ങേ ഒരുപാട് ഞാൻ ബഹുമാനിക്കുന്നു. അങ്ങയുടെ പാദം ഒന്ന് തൊടുമ്പോൾ എനിക്കും ശങ്കരൻ്റെ പുണ്യമാണ്. കാരണം അത്രമേൽ പുണ്യമാണ് നമ്മുടെ കേരളം, നമ്മുടെ ഈ പവിത്രമായ മണ്ണ്. എന്നാൽ ചില രാഷ്ട്രീയ ഇടപെടലുകളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയി നമ്മളുടെ സ്വത്വം നമ്മൾ മറക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ ഭാരതത്തിൻ്റെ എല്ലാ കോണുകളിൽ നിന്ന് നമ്മുടെ സ്വത്വം മനസ്സിലാക്കിക്കൊണ്ട് വലിയൊരു ഉണർവ് സനാതന ധർമ്മത്തിൽ ഉണ്ടായിരിക്കുന്നു. അതിൻ്റെ പ്രതിഫലനം എന്നോണം ഇതാ നമ്മുടെ കേരളത്തിലും ഈ പുണ്യഭൂമിയിലും നാവാമുകുന്ദൻ്റെ മണ്ണിൽ തിരുനാവായിൽ ഇതാ മറ്റൊരു കുംഭമേളയ്ക്ക് തുടക്കം കുറിക്കപ്പെട്ടിരിക്കുകയാണ്. ഏതാണ്ട് 2.5 നൂറ്റാണ്ടിന് മുമ്പാണ് ബ്രിട്ടീഷ് ആധിപത്യത്തിന് മുന്നിൽ മൺമറഞ്ഞു പോയ ഒരു പവിത്രമായ ചടങ്ങ് അത് ഇതാ വീണ്ടും സ്വാമി ആനന്ദവനം ഭാരതിയുടെ നേതൃത്വത്തിൽ, പിനാഘാടയുടെ മഹാമണ്ഡലേശ്വരൻ്റെ നേതൃത്വത്തിൽ തന്നെ നടക്കുന്നു എന്നത് അത്രമേൽ പുണ്യമായ, അത്രമേൽ സൗഭാഗ്യകരമായ മറ്റൊരു സാഹചര്യമില്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. അരുണുണ്ട്, ഒപ്പം ശില്പയുമുണ്ട്. അരുൺ, ശില്പ, ഇനി എന്താണ് അടുത്ത ചടങ്ങ്? ശ്യാമ, ഇനി പ്രധാനമായിട്ടും ഈ ധ്വജാരോഹണത്തിലേക്കാണ് കടക്കാൻ പോകുന്നത്. കൃത്യം 11 മണിയോടുകൂടെ തന്നെ നമ്മുടെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഈ ധ്വജാരോഹണം നടത്തും. ഏതായാലും നിളാതീരത്ത് ഇപ്പോൾ അല്പസമയം മുൻപ് പ്രേക്ഷകർ കണ്ടത് നിളാസ്നാനം, അതായത് നമ്മൾ പ്രയാഗ്രാജിലും മറ്റുമൊക്കെ കണ്ട് കൗതുകത്തോടെ മലയാളികൾ നോക്കിയ ഒരു ചടങ്ങാണ്. അതായത് സ്വാമിജിമാരും അതുപോലെ തന്നെ സന്യാസി വര്യന്മാരും ഒപ്പം സാധാരണ ജനങ്ങളും ഒക്കെ ഇങ്ങനെ കൂട്ടമായി ചെന്ന് ആ ഗംഗാദേവിയെ വണങ്ങി ഗംഗയിൽ സ്നാനം നടത്തുന്ന കാഴ്ച. അത് വേദങ്ങൾ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ പാരായണം ചെയ്തുകൊണ്ട് സ്നാനം നടത്തുക എന്ന് പറയുന്നത് അത്രത്തോളം പുണ്യമുള്ളതാണ്. ഒപ്പം തന്നെ ചേട്ടൻ പറഞ്ഞതുപോലെ നമുക്കറിയാം, കുംഭമേളകളിൽ ആദ്യം സ്നാനം എടുക്കുന്നത് ജൂനാഘാടയുടെ മഹാമണ്ഡലേശ്വരന്മാരാണ്. അതേ ജൂനാഘാടയുടെ മഹാമണ്ഡലേശ്വരാണ് ഇവിടെ തിരുനാവായയുടെ തീരത്തും ആദ്യ സ്നാനം എടുത്തത് എന്ന് പറയുമ്പോൾ കൃത്യമായി അതിന് അത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ളത് കൂടിയാണ്. അതെ, തീർച്ചയായും അത് തന്നെയാണ് ശ്യാമ. ഏതായാലും 250 വർഷത്തോളം മുൻപ് ബ്രിട്ടീഷുകാരുടെയും മറ്റുമൊക്കെ ഒരു ഇടപെടലിലൂടെ നിന്നുപോയ ആ ആചാരം അതേതായാലും ഇപ്പോൾ പുരോഗമിക്കുന്നു. ഇവിടെ ഇപ്പോഴും വേദമന്ത്ര പാരായണങ്ങളൊക്കെ ഒരു വശത്ത് നിളാതീരത്ത് ഗായത്രി ഗോകുലം നേതൃത്വം നൽകുന്ന വേദഘോഷം ഇവിടെ സ്നാനം തുടങ്ങുന്നതിന് മുൻപ് മുതൽ തന്നെ ആരംഭിക്കപ്പെട്ടിരുന്നു. കൃത്യമായ അർത്ഥങ്ങൾ പറഞ്ഞുകൊണ്ട് ഋഗ്വേദങ്ങളിലെ എല്ലാം വേദങ്ങൾ പാരായണം ചെയ്യുന്ന കാഴ്ചയാണ് നമ്മളിവിടെ കണ്ടത്. നമുക്ക് പ്രേക്ഷകരിലേക്ക് ഈ ധ്വജാരോഹണത്തിൻ്റെയും അതുപോലെ തന്നെ അവിടെയുള്ള വേദിയുടെയും ക്രമീകരണങ്ങൾ അതുകൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാമെന്ന് തോന്നുന്നു. കാരണം നമ്മൾ നിൽക്കുന്നതിന് അടുത്ത് തന്നെയാണ് ധ്വജാരോഹണത്തിനുള്ള തയ്യാറെടുപ്പുകളും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ധ്വജാരോഹണത്തിന് വേണ്ടി ഇവിടെ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞു. കൃത്യം 11 മണിയോടുകൂടെ തന്നെ കൃത്യമായി ഇവിടെയാണ് നമുക്കിപ്പോൾ കാണാമായിരുന്നു ചേട്ടാ. നമുക്ക് ഈ ധ്വജാരോഹണത്തിനുള്ള ധ്വജം എല്ലാം തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിന് വേണ്ട ഒരുക്കങ്ങളെല്ലാം നേരത്തെ തന്നെ ഘോഷയാത്രയായിട്ടാണ് ഇത് കൊണ്ടുവന്ന് സ്ഥാപിച്ചത്. കൃത്യം
ഞങ്ങളുടെ വലതുവശത്തായി കാണുന്നത് നവാമുകുന്ദ ക്ഷേത്രം. ആ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തായിട്ട് നിളാനദീ തീരത്താണ് ഈ ധ്വജം ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. ധ്വജാരോഹണം 11 മണിയോടുകൂടെ തന്നെ ഗവർണർ നിർവഹിക്കും. അതിനുശേഷം ഗവർണർ എന്താണ് പറയാൻ പോകുന്നതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എല്ലാവരും ഉറ്റുനോക്കുകയാണ്. ഒപ്പം തന്നെ ഈ ചടങ്ങുകൾ, ഇന്നത്തെ ചടങ്ങുകൾ ആരംഭിക്കുന്നത് ഇന്നിപ്പോൾ രാവിലത്തെ 8:30 ഇതിൻ്റെ ഒരു സമയക്രമം എന്നുള്ളത്. ഈ നിളാസ്നാനത്തിന് ശേഷം അടുത്ത ചടങ്ങ് എന്ന് പറയുന്നത് ധ്വജാരോഹണം തന്നെയാണ്. ധ്വജാരോഹണം 11 മണിക്ക് നടക്കും. തീർച്ചയായിട്ടും തൊട്ടടുത്ത് തന്നെ ഈ ധ്വജാരോഹണത്തോടൊപ്പം അവിടെ വേദി കൂടെ ക്രമീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ സജ്ജീകരണങ്ങളെല്ലാം അവിടെ പൂർത്തിയായി കഴിഞ്ഞു. നമ്മൾ സ്നാനത്തിന് മുൻപ് കണ്ടിരുന്നു, ഇപ്പോൾ സ്നാനം കഴിഞ്ഞിരിക്കുന്നു. എങ്ങനെയാണ് ആ ഒരു അനുഭൂതി? നാരായണ സങ്കല്പത്തിൽ, അതായത് നേരത്തെ പറഞ്ഞല്ലോ, നാരെന്ന് പറയുന്നത് വെള്ളം, ജലം ജീവാമൃതമാണ്. ആ അമൃതത്വമാണ് നമ്മൾ ഇതിൽ കൂടി അനുഭവിക്കുന്നത്. അതോടൊപ്പം ആ നാരെന്ന് പറഞ്ഞാൽ ആത്മജ്ഞാനത്തിൻ്റെ ആ ജ്ഞാനസ്നാനം കൂടിയാണ് ഇവിടെ നടന്നത്. ആ ഗംഗയിൽ നടക്കുന്ന കുംഭമേളയുടെ അതേ സങ്കല്പത്തിൽ തന്നെയാണ് ഈ ഭാരതപ്പുഴയിൽ നിളാനദിയിൽ മഹാമണ്ഡലേശ്വർ ആനന്ദവനം ഭാരതിയുടെ നേതൃത്വത്തിൽ സന്യാസി ശ്രേഷ്ഠരുടെ ഒപ്പം ഭക്തജനങ്ങളോടൊപ്പം ഒക്കെ ആ പുണ്യകരമായ മൗന അമാവാസ്യയുടെ സ്നാനം കഴിഞ്ഞത്. ഭക്തന്മാർ എല്ലാവരും തന്നെ ധന്യരാണെന്ന് അവരുടെ മുഖം നോക്കിയാൽ തന്നെ നമുക്ക് കാണാം. അതിനെയാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന് മുതിർന്ന കാര്യകർത്താവായ ഈശ്വർജി, അദ്ദേഹം കൂടെ നമ്മുടെ കൂടെ ഇല്ല. എങ്ങനെയാണ് അങ്ങനെ കേരളത്തിൽ ഇത്ര വർഷം മുൻപ്, അതായത് ബ്രിട്ടീഷുകാരുടെയൊക്കെ നിർത്തലാക്കിയ ആ ഒരു ചടങ്ങ് അത് വീണ്ടും ആരംഭിക്കുന്നു, വല്ല വിപുലമായിട്ട് തന്നെ സനാതനധർമ്മത്തിൻ്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് എന്ന് തന്നെ വേണ്ട ഇതിനെ പറയാം. ഭാരതം മുഴുവൻ അങ്ങനെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ പുനഃപ്രതിഷ്ഠയൊക്കെ അതിൻ്റെ ഒരു വിളംബരമാണ്. അത് ഒരു തുടക്കമാണ്. ഇന്ത്യയിലെ എല്ലാ ദിക്കിലും അത്തരം കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മലപ്പുറം ജില്ല എന്ന് പറഞ്ഞാൽ ഭാരതീയ സംസ്കാരത്തിൻ്റെ, കേരളീയ സംസ്കാരത്തിൻ്റെ മഹത്തായിട്ടുള്ള സംഭാവനകൾ ചെയ്തിട്ടുള്ള പ്രദേശമാണ്. തുഞ്ചത്ത് ആചാര്യൻ്റെ നാടാണ്, മേപ്പത്തൂരിൻ്റെ നാടാണ്, പൂന്താനത്തിൻ്റെ നാടാണ്, അങ്ങനെ വട്ടതിരിപ്പാടിൻ്റെ നാടാണ്, അങ്ങനെ ഈ തിരുനാവായ, തവനൂർ, തൃപ്രങ്ങോട്, അങ്ങനെ അനേകം പുണ്യസ്ഥലങ്ങളുള്ള ഒരു പ്രദേശമാണ്. അപ്പോൾ അതൊക്കെ ഒരു വിസ്മൃതിയിലേക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വീണ്ടെടുപ്പാണ് ഈ ഒരു പരിപാടിയിലൂടെ നടക്കുന്നത്. ഇത്ര വലിയൊരു ചരിത്ര സംഭവം ഇവിടെ നടക്കുമ്പോൾ അതൊന്ന് കാണാനും നിരീക്ഷിക്കാനൊക്കെ വേണ്ടി ഇവിടെ വന്നിട്ടുള്ളതാണ്. ഈ പരിശ്രമം ഒരു പൂർണ്ണ വിജയത്തിൽ എത്തിത്തീരട്ടെ എന്ന് ആശംസിക്കുന്നു. അതുതന്നെയാണ്. ഏതായാലും നേരത്തെ നമ്മൾ പറഞ്ഞു തന്നത് വേദിയുടെയും മറ്റും ക്രമീകരണങ്ങളാണ്. ഞങ്ങളുടെ തൊട്ട് പുറകിലായിട്ട് വേദിയും മറ്റുമൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. ഗവർണർ എത്തി, അദ്ദേഹം ധ്വജാരോഹണം നടത്തിയതിന് ശേഷം പിന്നീട് ഈ വേദിയിലായിരിക്കും സംസാരിക്കുക. അവിടെയും ഇപ്പോൾ തന്നെ കസേരകളിലൊക്കെ ഒരുപാട് ആളുകൾ വന്ന് ഇരിക്കുന്നു. വിശ്വാസികളായ ആളുകൾ ഒരുപാട് പേർ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടുള്ള കാര്യക്രമങ്ങളാണ് നടക്കാൻ പോകുന്നത്. ഒരു സ്വാമിജി കൂടി നമ്മളോട് സംസാരിക്കാൻ ചേരുന്നുണ്ട്. സ്വാമി നമസ്കാരം പറയും. നമസ്കാരം. ചരിത്രപരമായിട്ടല്ലെങ്കിൽ തന്നെയും ഭാരതത്തിൻ്റെതായ നാമധേയത്തിൽ ഒരു പുഴ, ആ ഭാരതപ്പുഴയിൽ ഇന്ന് വരെ നടന്നിട്ടുള്ള കുംഭമേളകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠവും പവിത്രവുമായ ഒരു മേളയാണ് ഇവിടെ സമാരംഭിക്കുന്നത്. ഇതിനുവേണ്ടി എല്ലാ ഭക്തജനങ്ങളും ഈ തിരുനാവായി നാവാമുകുന്ദൻ്റെ സമീപത്തെത്തി ഇത് വൻപിച്ച വിജയമാക്കി തീർക്കണമെന്ന് ഒരു അപേക്ഷ മാത്രമേ ഈ സ്വാമിക്ക്, ശാസ്താംകോട്ട സ്വാമി എന്ന് പേരുള്ള ശിവപ്രഭാകരാനന്ദ സരസ്വതിക്ക് അഭിപ്രായമുണ്ട്. തീർച്ചയായിട്ടും അത് തന്നെയാണ്, എല്ലാവരും വിജയമാക്കണം എന്നുള്ളതാണ്. ഒരുപാട് സ്വാമിജിമാർ സംസാരിക്കാനായിട്ട് കടന്നു വരുന്നുണ്ട്. ഈ കുംഭമേള നടക്കുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇവിടെ ഹിന്ദുവിൻ്റെ ആചരിക്കേണ്ട കുറേ കാര്യങ്ങളെക്കുറിച്ചൊന്നും ഹിന്ദുവിന് അറിവില്ല. അതേസമയത്ത് മറ്റു സമുദായങ്ങളിലെ ക്രിസ്ത്യാനി ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും അവർക്ക് അവരുടേതായ കുറേ ചിട്ടകൾ, ദിനചര്യകൾ, അവരുടെ കാര്യങ്ങളൊക്കെ അവർക്കറിയാം. ഹിന്ദുവിൻ്റേതായ ഒരു എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നുള്ളത് തിരിച്ചറിവ് ഹിന്ദുവിനില്ല. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഹിന്ദുവിൻ്റെ എല്ലാ വീടുകളിലും അല്ലെങ്കിൽ ഒരു ബോധവൽക്കരണ ക്ലാസ്സുമാരിലുള്ളതായ ദിനചര്യകൾ പാലിക്കാൻ വേണ്ടി അവരെ ബോധവാന്മാരാക്കി തീർക്കേണ്ടതാണെന്നുള്ളതാണ്. എന്തായാലും ഞാനിവിടെ കഴിഞ്ഞ പ്രാവശ്യം കുംഭമേളയിൽ പങ്കെടുത്തിരുന്നു. ഇപ്രാവശ്യം രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ കുംഭമേളയിൽ പങ്കെടുക്കുന്നത്. എന്തായാലും ഈ
ഹിന്ദുവിൻ്റെ ഈ പരിപാടി നടക്കുന്നതിൽ ആദ്യം ഇവിടെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ എന്താണെങ്കിലും അതെല്ലാം തരണം ചെയ്ത് ഇത് നടക്കുന്നതിൽ എല്ലാ ഭക്തന്മാരുടെയും സഹായവും സഹകരണം ഉണ്ടാവട്ടെ എന്ന് മാത്രം. തീർച്ചയായിട്ടും ഇപ്പോൾ നമുക്കൊപ്പം മലപ്പുറം തിരൂർ ഭാഗങ്ങളിലൊക്കെ പ്രചാരകനായി 9 വർഷക്കാലത്തോളം പ്രവർത്തിച്ച അനന്ത അദ്ദേഹം ചേരുന്നുണ്ട്. എങ്ങനെയാണ് മലപ്പുറം ജില്ലയിലേക്ക് കുംഭമേള എത്തുന്നതിനെ അങ്ങ് നോക്കിക്കാണുന്നത്? ഞാൻ ഏകദേശം 84-ലാണ് 75-ൽ പ്രചാരകമായി ചെങ്ങന്നൂർ 7 വർഷം അവിടെ പ്രചാരകമായി പ്രവർത്തിച്ചു. അത് കഴിഞ്ഞ് എന്നെ ജില്ലാ പ്രചാരകമായിട്ട് മലപ്പുറം ജില്ലയ്ക്ക് തിരിച്ചു. അങ്ങനെ മലപ്പുറം ജില്ലയിൽ വന്ന് മലപ്പുറം ജില്ലാ പ്രചാരകമായി ഏറ്റെടുത്ത് അത് കഴിഞ്ഞ് തിരൂർ ജില്ലാ പ്രചാരകമായി വന്നപ്പോൾ സംഘത്തിൻ്റെ താത്വിക ആചാര്യൻ പി മാധവജി വന്നതിൻ്റെ കൂടെ എൻ്റെ കൂടെ ഇവിടെ ജില്ലാ ടൂറുണ്ടായിരുന്നു. അപ്പോൾ ആ ടൂറിന് ഞാൻ അദ്ദേഹത്തെ കൊണ്ടുവന്ന് നമ്മുടെ ഇവിടെ വന്ന് നാവാമുകുന്ദൻ്റെ അടുത്ത് വന്ന് തൊഴുതപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്താ വെച്ചാൽ ഇത് ബ്രഹ്മാവ് യാഗം ചെയ്ത ഭൂമിയാണ് അനന്തിനറിയോ ഈ ചരിത്രം? എനിക്കറിയില്ല മാധവജി. അപ്പോൾ അങ്ങനെ ഇവരും പറഞ്ഞു തന്നു, ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല. മഹാകുംഭമേള നടക്കുന്ന പോലെ തന്നെ കാശിയിലും അതുപോലെ തന്നെ അയോധ്യയിലൊക്കെ നടക്കുന്ന പോലെയുള്ള വലിയൊരു മഹായജ്ഞം ഇവിടെ നടക്കണം. എൻ്റെ കേരളത്തിലെ അനവധി ഋഷീശ്വരന്മാർ ജീവിച്ച സ്ഥലമാണ് ഈ ഭാരതപ്പുഴ തീരം. അതുകൊണ്ട് ഇതിനെ ഉയർത്തി കൊണ്ടുവരണം. അത് സംഘത്തിൻ്റെ കുറേ കാലം കൂടെ കഴിയുമ്പോൾ ഞാനൊന്നും ഉണ്ടാവില്ല ആ കാലത്ത് ഞാൻ സമാധിയായിട്ടുണ്ടാവും. അപ്പോൾ അതിന് ശേഷം അതുണ്ടാവും. അപ്പോൾ അതിനു വേണ്ടിയിട്ട് സംഘത്തിൻ്റെ പരിശ്രമം ഉണ്ടാവും. അദ്ദേഹത്തിൻ്റെ വാക്ക് പൊന്നായിരിക്കുന്നു. മാധവജിയുടെ ആ ഒരു വാക്ക് ഇപ്പോൾ മഹായജ്ഞഭൂമിയായിട്ട് ഈ യാഗഭൂമിയായിട്ട് മാറിയിരിക്കുന്നു. അതിൽ വളരെയധികം ചാരിതാർത്ഥ്യമുണ്ട്. 9 വർഷം മലപ്പുറം ജില്ലയിൽ തിരൂർ ജില്ലയിലൊക്കെ ഞാൻ പ്രവർത്തിക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടി സംഘപ്രചാരകനായിട്ട്. അതിൻ്റെ ഒരു ചാരിതാർത്ഥ്യം ഇന്ന് കാണുമ്പോൾ സന്തോഷമുണ്ട്. വളരെ നന്ദി. അദ്ദേഹം പറഞ്ഞ പോലെ മാധവജിയുടെ ഒക്കെ ഒരു സ്വപ്നമായിരുന്നു ഇത്തരത്തിൽ വിപുലമായിട്ട് ഈ ഒരു മഹാമാഘ മഹോത്സവം കുംഭമേള നടത്തുക എന്നുള്ളത്. ഏതായാലും ആ കുംഭമേള എത്രത്തോളം പ്രൗഢിയോടുകൂടെയാണോ മുൻപ് നടത്തിയിരുന്നത് അതേ പ്രൗഢിയിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ള കാഴ്ച തന്നെയാണ് നമുക്ക് ഈ ഒരു നിലാതീരത്ത് നിന്ന് കാണാൻ കഴിയുന്നത്. ഇന്നിപ്പോൾ ഏതായാലും ഈ ചടങ്ങുകൾക്ക് തുടക്കമായിരിക്കുന്നു. നിലാസ്നാനത്തോടു കൂടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുന്നത്. ഇനി നിലാസ്നാനത്തിന് ശേഷം ഇപ്പോൾ പലർക്കും സംശയമുണ്ടായിരിക്കും, അതായത് നിലാസ്നാനം ഇപ്പോൾ ആരംഭിച്ചു, ഇനി എപ്പോഴൊക്കെ സ്നാനം ചെയ്യാം? അതായത് 8:30-നാണ് എല്ലാ ദിവസവും ഇത്തരത്തിൽ സന്യാസി വര്യന്മാരുടെ നേതൃത്വത്തിലുള്ള സ്നാനം നടക്കുന്നത്. അതല്ലാതെ എല്ലാ ദിവസങ്ങളിലും എല്ലാ സമയങ്ങളിലും സ്നാനം ചെയ്യാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് സംഘാടകർ അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അത്തരത്തിൽ ഇവിടേക്ക് എത്തുന്ന വിശ്വാസികൾക്ക് എപ്പോഴും വേണമെങ്കിലും അവർക്ക് സ്നാനം ചെയ്യാനും മറ്റുമൊക്കെ വേണ്ട സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതിനൊപ്പം ഈ സ്നാനം നടത്തുന്നതിനോടൊപ്പം തന്നെ ഈ ദിവസങ്ങൾ സ്നാനം നടത്തുന്നതിന് പ്രത്യേക ദിവസങ്ങളുണ്ട്. നേരത്തെ വിവിധ ദിവസങ്ങൾ പറഞ്ഞിരുന്നു. ആ ദിവസങ്ങളിലൊക്കെ വരികയാണെങ്കിൽ അത്യുത്തമം എന്നുള്ളതാണ്, അന്ന് കൂടുതൽ ശ്രേയസ്കരം എന്നുള്ളതാണ് അന്നത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഞാൻ തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി. എന്തുകൊണ്ടാണ് എല്ലാവർക്കും രുദ്രാക്ഷം വീട്ടിലുണ്ടായതാണ്. വടക്കാഞ്ചേരിയിലാണ് വീട്. കുംഭമേളയ്ക്ക് വേണ്ടി വന്നതാണ്. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരുപാട് മനുഷ്യർ ഒരുപാട് ഇടങ്ങളിൽ നിന്ന് വന്ന് ഇവിടെ ഈ ആത്മീയ അനുഭവം ഒന്ന് ഉൾക്കൊള്ളാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ പ്രയാഗ്രാജിലൊക്കെ ഹർ ഹർ മഹാദേവ് എന്ന് പറയുന്ന നാമം മുഴങ്ങിക്കേട്ടപ്പോൾ നമ്മൾ ആഗ്രഹിച്ചിരുന്നു കേരളത്തിലും ഒന്ന് ഇങ്ങനെ കേൾക്കണമെന്ന്. ഇന്ന് അത് കേൾക്കാനുള്ള ഒരു ഭാഗ്യമുണ്ടായി എന്നുള്ളത് കൂടി വളരെ സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണ് അല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും അത്തരത്തിൽ സനാതനധർമ്മത്തിൻ്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് എന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം പലപ്പോഴും നേരത്തെ സംസാരിച്ച സന്യാസി വര്യന്മാരൊക്കെ പറഞ്ഞതുപോലെ ഈ സനാതനധർമ്മത്തിന് പലപ്പോഴും പലതരത്തിലുള്ള വെല്ലുവിളികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ എപ്പോഴൊക്കെ വെല്ലുവിളികൾ നേരിടേണ്ടി വന്നാലും അതിനൊക്കെ തരണം ചെയ്ത് കൂടുതൽ ശക്തമായി മാറുന്നു എന്നുള്ള കാഴ്ച ഇവിടെയും സമാന കാഴ്ച തന്നെയായിരുന്നു. തുടക്കത്തിൽ പല തരത്തിലുള്ള എതിർപ്പുകൾ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് സ്റ്റോപ്പ് മെമ്മോ നൽകുന്നത് ഉൾപ്പെടെ നടപടികൾ ഉണ്ടാകുന്നു. ഇപ്പോഴും എല്ലാവർക്കും സംശയമുണ്ടായിരിക്കും എന്തുകൊണ്ടാണ് ഈ ഒരു സ്റ്റോപ്പ് മെമ്മോ ഒക്കെ നൽകിയതിന് ശേഷം എങ്ങനെയാണ് ഇവിടുത്തെ സാഹചര്യം എന്നൊക്കെ സംശയമുണ്ടായിരിക്കും. ഏതായാലും ആ സ്റ്റോപ്പ് മെമ്മോ കാരണം ചില പ്രതിസന്ധികൾ ഇപ്പോഴും നേരിടുന്നുണ്ട്. കാരണം അതല്ലെങ്കിൽ തൊട്ടപ്പുറത്തുള്ള മണൽത്തിട്ടയിൽ ഭാരതപ്പുഴയുടെ മധ്യഭാഗത്തായിട്ടാണ് ഈ സ്റ്റേജും ക്രമീകരണങ്ങളും ഒക്കെ നടത്തേണ്ടിയിരുന്നത്. അവിടെ വളരെ വിപുലമായിട്ട് പ്രയാഗ്രാജിലേക്ക് ചെയ്തതുപോലെ ആ മണൽപ്പരപ്പിലായിരുന്നു ഇത് സംഘടിപ്പിക്കേണ്ടിയിരുന്നത്. പക്ഷേ ദൗർഭാഗ്യവശാൽ സർക്കാർ സംവിധാനങ്ങൾ അതിന് അത്തരത്തിലുള്ള ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അത് വീണ്ടും ശരിയാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ അരുൺ ശില്പ ദയവായി തുടരുക. ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ഈ കുംഭമേളകൾ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് ഒരു ആത്മീയ ചടങ്ങിന് സനാതന ധർമ്മത്തിന്റെ ഒരു ചടങ്ങിന് അപ്പുറത്തേക്ക് ഇത് ദേശീയതയുടെ ഒരു ഉത്സവം കൂടിയാണ്.
ഇപ്പം നമുക്കൊക്കെ അറിയാവുന്ന ഒരു പ്രധാനപ്പെട്ട ചരിത്ര വസ്തുതയാണ് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. അപ്പോൾ അതിന് തൊട്ടു മുമ്പ് നടന്ന ഒരു കുംഭമേളയിൽ നിന്നാണ് നാഗാ സന്യാസിമാർ ഉൾപ്പെടെയുള്ള ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അവിടെ എത്തിയ സന്യാസി വര്യന്മാർ വഴിയാണ് പല രീതിയിലുള്ള ഇൻഫോർമേഷൻസ് ഇങ്ങനെ ഭാരതത്തിൻ്റെ നാഡീവ്യൂഹം പോലെ എല്ലാ കോണുകളിലും എത്തിയത്. അതിനുശേഷം 1942 ക്വിറ്റ് ഇന്ത്യ സമര സമയത്ത് നടന്നൊരു കുംഭമേളയെ ബ്രിട്ടീഷുകാരെ എതിർക്കാൻ കാരണം ഇത് തന്നെയാണ്. കാരണം ഇതൊരു ഈ ആളുകൾ ഒന്നിച്ചു കൂടുമ്പോൾ ഉണ്ടാകുന്നൊരു ദേശീയ വികാരം കൂടിയുണ്ട്. ഭാരതത്തെ ശക്തമായി മുന്നോട്ട് കുതിപ്പിക്കുക എന്ന ഒരേ ഒരു ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ഒരു എന്താ പറയുക, ഒരു ഒത്തുചേരൽ, ഒരു കൂട്ടായ്മ. അപ്പോൾ സ്വാഭാവികമായിട്ടും ദേശീയത ഉണരുമ്പോൾ, ദേശീയ വക്താക്കൾ ഇങ്ങനെ കൂടുമ്പോൾ, ദേശീയവാദികൾ ഇങ്ങനെ ഒത്തുചേരുമ്പോൾ ദേശീയതയ്ക്കെതിരെ പ്രവർത്തിക്കുന്നവർക്ക് സ്വാഭാവികമായ അസഹിഷ്ണുത ഉണ്ടാകും. ശ്യാമ, അത് വളരെ കൃത്യമാണ്. കാരണം അത്തരത്തിലാണ് എപ്പോഴും സനാതന ധർമ്മത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പും അതുപോലെ തന്നെ ദേശീയവാദികൾ കൂടുമ്പോഴൊക്കെ അതിനെ എതിർക്കാൻ പണ്ടുകാലത്ത് ബ്രിട്ടീഷുകാരായിരുന്നെങ്കിൽ ഇപ്പോൾ അത് മറ്റ് പല രീതികളിലേക്കായി മാറിയിരിക്കുന്നു എന്നുള്ള ഒരു സാഹചര്യം തന്നെയാണ് നമ്മുടെ നാട്ടിലുള്ളത് എന്നുള്ളതാണ്. ഏതായാലും ശ്യാമ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ദേശീയതയ്ക്കും ഈ ഇളയുടെ മണ്ണിലും വളരെ പ്രാധാന്യമുണ്ട്. കാരണം കേരളത്തിൽ പോലും സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്കൊക്കെ നേതൃത്വം വഹിച്ചിട്ടുള്ളത് നിരവധി ഋഷി വര്യന്മാരാണ്, സന്യാസി വര്യന്മാരാണെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. മാത്രമല്ല നമുക്ക് അറിയാം, ഈ ഗണേശോത്സവമൊക്കെ ഉണ്ടായതിൻ്റെ ഒരു സാഹചര്യം എന്നുള്ളത്, ആ ഗണേശോത്സവം പോലും ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഒരു പോരാട്ടത്തിൻ്റെ കൂടെ ഭാഗമായിട്ട് അതിൻ്റെ ചരിത്രം പറയുന്നു എന്നുള്ള ഒരു സാഹചര്യം കൂടെ ഉണ്ട്. ഏതായാലും അത്തരത്തിൽ സനാതന ധർമ്മത്തിൽ എപ്പോഴും വിശ്വാസികൾ ഒത്തുകൂടുമ്പോൾ, ദേശീയവാദികൾ ഒത്തുകൂടുമ്പോൾ അത് കൃത്യമായിട്ട് നമ്മുടെ നാടിൻ്റെ മുന്നോട്ടുള്ള പോക്കിൻ്റെ അനിവാര്യതകൾ കൂടെയായിരുന്നു. ആ അനിവാര്യതകളെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ കൊണ്ടുപിടിച്ചുകൊണ്ട് നവാമുകുന്ദൻ്റെ മണ്ണിലും നടന്നു. പക്ഷേ അതിനെയൊക്കെ തരണം ചെയ്യാൻ വേണ്ടി ഇവിടെ കൃത്യമായിട്ട് നിലപാട് സ്വീകരിക്കുന്ന തരത്തിലേക്ക് സന്യാസി വര്യന്മാരും മറ്റുമൊക്കെ മാറി എന്നുള്ളൊരു കാഴ്ചയുണ്ട്. കാരണം പലപ്പോഴും ഹൈന്ദവ ജനതയ്ക്ക് നേരെ പലതരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പലപ്പോഴായിട്ട് നമുക്കറിയാം, ശബരിമലയിൽ പണ്ട് തീവെപ്പുണ്ടായിരുന്ന സമയത്തൊക്കെ ഹിന്ദു അവിടെ ഉണർന്ന് പ്രവർത്തിക്കുന്നതിന് വേണ്ടി ഒന്ന് അമാന്തിക്കുന്ന അതല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ വലിയ രീതിയിൽ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. ദൈവത്തെ പ്രാർത്ഥിക്കുകയായിരുന്നു എന്നൊക്കെ പറയുകയായിരുന്നു. അതായത് ഈ തീവെച്ചവനെ തിരിച്ച് തീവെക്കണേ എന്ന് പറഞ്ഞു. പക്ഷേ നിലയ്ക്കലിൽ കുരിശ് നാട്ടിയ സമയത്ത് അങ്ങനെയായിരുന്നില്ല. ആ കുരിശെടുത്ത് പിഴുത് വലിച്ചെറിയുന്ന തരത്തിലേക്ക് ഹൈന്ദവ ജനത അവിടെ ശക്തി പ്രാപിച്ചു എന്നുള്ളൊരു കാഴ്ചയുണ്ട്. നവമുകുന്ദൻ്റെ മണ്ണിലേക്ക് വരുമ്പോഴും സമാനമായ കാഴ്ചകൾ തന്നെയാണ്. കാരണം ഇന്ന് ഹൈന്ദവ ജനത അല്ലെങ്കിൽ സ്വാമി സന്യാസി വര്യനായ ആനന്ദവനത്തിൻ്റെ നേതൃത്വത്തിൽ കൃത്യമായി പറഞ്ഞു, സർക്കാർ അനുമതി നൽകിയാലും ഇല്ലെങ്കിലും ഒക്കെ ഞങ്ങൾ കുംഭമേള നടത്തും. ഹിന്ദുക്കൾ ഒന്നിക്കുമ്പോൾ പേടിക്കുന്ന ഒരു പറ്റം ജനങ്ങളുണ്ട്, അല്ലെങ്കിൽ ഒരു പറ്റം ആളുകളുണ്ട് എന്നുള്ളത് കൂടിയുണ്ട് ഇല്ലേ? നമുക്കറിയാം 2015 ശബരിമല സമരമൊക്കെ ഉണ്ടായിരുന്ന സമയത്തൊക്കെ ഭജനകളെ അല്ലെങ്കിൽ നാമജപങ്ങളെ വരെ പേടിച്ച സർക്കാർ ഉണ്ടായ നാടാണ്. അപ്പോൾ ഒരിക്കലും ആ ഒരു പേടിച്ചത് കൊണ്ടായിരിക്കണം എനിക്ക് തോന്നുന്നു ഇവിടെ ഇനി തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. ഹൈന്ദവ ജനത ഒന്നടങ്കം ഇവിടെ ഒത്തുകൂടുമ്പോൾ അത് സർക്കാരിനെയൊക്കെ ഏതെങ്കിലും തരത്തിൽ ഭയപ്പെടുത്തുന്നുണ്ടാവണം. അതുകൊണ്ടായിരിക്കണം ഇത്തരത്തിൽ സ്റ്റോപ്പ് മെമ്മോ ഒക്കെ നൽകുന്ന സാഹചര്യം ഉണ്ടായത്. മാത്രമല്ല ശ്യാമ, മറ്റൊരു കാര്യം നമുക്കറിയാം, ഈ പ്രയാഗ്രാജിലെ കുംഭമേള നടന്ന സമയത്ത് അവിടുത്തെ സർക്കാരിന്, UP സർക്കാരിന് എത്രമാത്രം വരുമാനമാണ് ആ ഒരു കുംഭമേള സൃഷ്ടിച്ചു കൊടുത്തിട്ടുള്ളത്. നികുതി ഇനത്തിൽ വലിയൊരു വരുമാനമാണ് ആ സർക്കാരിന് ലഭിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ടൂറിസം പോലെയുള്ള അതെ, ആധ്യാത്മിക ടൂറിസം ഇന്ന് കേരളത്തിലല്ല രാജ്യത്തെമ്പാടും വലിയ രീതിയിൽ വളർച്ച കൈവരിക്കുന്ന ഒരു കാലഘട്ടം കൂടെയാണ്. ആ കാലഘട്ടത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊക്കെയാണ് ഇത്തരത്തിലുള്ള ഈ ഒരു കുംഭമേളയ്ക്കൊക്കെ എല്ലാ തരത്തിലുള്ള പിന്തുണയും നൽകി ഇതിന് കൂടുതൽ ഒരുക്കങ്ങൾ, സജ്ജീകരണങ്ങളൊക്കെ സർക്കാരിൻ്റെ കൂടെ പിന്തുണയിലാണ് നടത്തേണ്ടിയിരുന്നത്. നിർഭാഗ്യവശാൽ അത്തരം കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. മാത്രമല്ല അതിനെ തടയുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ ന്യൂനപക്ഷ പ്രീണനത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടുണ്ടാകുന്ന സ്ഥിതിയുണ്ട്. ഏതായാലും അതിനെയൊക്കെ തരണം ചെയ്ത് കൃത്യമായിട്ട് തന്നെ കുംഭമേള വലിയ രീതിയിൽ തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. കുംഭമേളയുടെ ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നിപ്പോൾ ഏതായാലും സ്നാനം ആരംഭിച്ചു കഴിഞ്ഞു. ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത് കുംഭമേളയിൽ ആ ധ്വജാരോഹണത്തിന് വേണ്ടിയാണ്. കൃത്യം 11 മണിയോടുകൂടെ തന്നെ അത് തന്നെയാണ് ആ പുണ്യ നിമിഷത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ലോകമെമ്പാടുമുള്ള മലയാളികളും ദേശീയതയിൽ അഭിമാനപൂർവ്വം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും.